ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള പോള തന്നെയാണ് കേട്ടോ. കുറച്ച് ചിക്കനും അതുപോലെ തന്നെ കുബൂസും ഉണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പോള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. എണ്ണയിൽ മുക്കി പൊരിക്കുന്ന പലഹാരങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതെന്തായാലും ഇഷ്ടാവാതിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ പോളയുടെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഇനി ചിക്കനിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1-2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത്. സാധാരണ മുളക് പൊടിയാലും കുഴപ്പമില്ല. ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ സോയാ സോസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ചെറുനാരങ്ങക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു ഹാഫ് ആൻ അവറിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് പൊടികളൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ ഗീയോ ഒന്നുകിൽ ബട്ടറോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പൊ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. ചിക്കൻ ഇപ്പൊ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം, മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിന്റെ കൂടെ തന്നെ സാധാരണ ഓയിലും കൂടെ 1 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഇപ്പൊ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2-3 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളകിന്റെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെയൊക്കെ റോ ടേസ്റ്റ് മാറി വരുന്ന സമയത്ത് ഒരു 2 വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഉള്ളി സോഫ്റ്റായി വന്നതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ച ഈ ചിക്കൻ കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ചേർത്ത പൊടികളൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കട്ടെ. ഇപ്പോൾ ഇതാ ചിക്കനിലോട്ട് പൊടികളൊക്കെ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലക്ക് പകരം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ മസാലയുടെ പരിപാടി. ഈസി അല്ലേ മസാല തയ്യാറാക്കാൻ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി കുറച്ച് സ്ലൈസ്ഡ് ചീസാണ് എടുത്തിട്ടുള്ളത്. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഇതന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ചീസിന്റെ എണ്ണവും ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ. അത് വെക്കുന്ന സമയത്ത് എത്ര വേണോ അതിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. ഇനി ഒരു 6-7 കുബൂസ് എടുത്തിട്ടുണ്ട്. നിങ്ങളെ പാനിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ. പിന്നെ അതുപോലെ ലെയർ എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കുബൂസിന്റെ എണ്ണം അങ്ങ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിച്ച കുബൂസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഇപ്പോൾ കുബൂസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പാനിന്റെ അളവിനനുസരിച്ചിട്ട് വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം എൻ്റെത് ചെറിയ പാൻ ആയതുകൊണ്ട് എൻ്റെ കുബൂസ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അടുത്തത് ഏത് പാനാണോ എടുക്കുന്നത് അതിലോട്ട് കുറച്ച് ഗീയോ ബട്ടറോ ഒന്ന് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും ഒരുപോലെ. ഇനി പോള സെറ്റ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഈ അടിച്ചു വെച്ച ബാറ്ററില്ലേ അതിൽ നിന്ന് 1-2 തവി എടുത്തിട്ട് ഈ പോള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് വേണം നമുക്ക് ഈ കുബൂസ് ഓരോന്നായിട്ട് ലെയറാക്കി ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഒരു കുബൂസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ ലെയർ ചെയ്തെടുക്കുന്നില്ല അതേ കണക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അറിയാത്തവരോടായിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അറിയുന്നവരങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ചട്ടിപ്പത്തിരി ചെയ്ത് ശീലമുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്തോളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാറ്റർ ഒന്ന് എടുത്തിട്ട് മുട്ടയുടേതായതുകൊണ്ട് തന്നെ സ്റ്റിക്കായി നിൽക്കണമല്ലോ. അപ്പോൾ അതൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ചീസ് ഉണ്ടല്ലോ, സ്ലൈസ് ചീസ്, അതാണ് ഞാൻ പറഞ്ഞത്. സ്ലൈസ് ചീസിൻ്റെ എണ്ണം കറക്റ്റ് പറയാത്ത ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് മുഴുവൻ തന്നെ വേണ്ട വരില്ല കേട്ടോ ഒരു ലെയറിൽ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് വീണ്ടും ആ കുബൂസ് ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ആ ബാറ്റർ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ സൈഡ് വശത്തോട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നാലാണ് അത് സീൽഡായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ മസാല ഒക്കെ പുറത്തേക്ക് പോകും. എന്നിട്ട് വീണ്ടും ലെയറാക്കി എങ്ങനെ എടുക്കാം എന്ന് വെച്ചാൽ മസാല വെക്കുക, അതിൻ്റെ മുകളിൽ ചീസ് വെക്കുക, പിന്നെ കുറച്ച് മുട്ടയുടെ ആ ബാറ്ററിയില്ലേ അതൊന്ന് സൈഡ് വശത്തോട് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് സ്റ്റിക്കായി നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡ് വശം പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ മസാല വെക്കും തോറും. ഇനി മുഴുവൻ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതേപോലെ ചെയ്തെടുക്കട്ടെ.
ഇതിപ്പോൾ ടോപ്പ് ലെയറായി കേട്ടോ. അപ്പോൾ ആ ലെയറിൽ ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലിയൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ കുറച്ച് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് മാത്രമായിട്ട് ലെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. സ്ലൈസ്ഡ് ചീസ് ഉള്ളതുകൊണ്ട് സ്ലൈസ്ഡ് ചീസ് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ച മുട്ടയുടെ ആ ബാറ്റർ ഉണ്ടല്ലോ, അത് സൈഡ് വശത്തോടു കൂടി സെൻറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മുട്ട ബാക്കിയില്ലെങ്കിൽ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ടെങ്കിലും ഒഴിച്ചു കൊടുക്കണം, എന്നാൽ അതായത് നന്നായി സീൽഡായി കിട്ടുള്ളൂ. അതല്ലേ പിന്നെ അതിൻ്റെ മസാലയൊക്കെ പുറത്തു വരാൻ വഴിയുണ്ട്. സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആ ചീസ് വെക്കുമ്പോഴും സൈഡിലോട്ട് ആവാതെ ശ്രദ്ധിക്കണം. ഇനിയെന്നും പറയുന്നത് പോലെ തന്നെ ഇതുപോലെ ഒരു ഫ്ലെയിം കൺട്രോളറോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തവയുണ്ടാവില്ല, അത് ചൂടാൻ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് പോളപ്പാത്രം വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായി വരുമല്ലോ, ആ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി പറയാം, ഇതും പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടി പറയാം കേട്ടോ, പഴയവർ സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ ലിഡ് ഗ്ലാസ് ലിഡാണെങ്കിൽ അതിന് റോൾസ് ഉണ്ടാവുമല്ലോ, അതെന്തെങ്കിലും ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനും കേട്ടോ. പിന്നെ ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ചിട്ട് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ കറക്റ്റ് ടൈം പറയുന്നില്ല കേട്ടോ. എൻ്റെത് ഏകദേശം ഒരു 10-25 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് കണ്ടോ സൈഡ് വശത്തു നിന്നൊക്കെ വിട്ട് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ കുക്കായി എന്ന അർത്ഥം. എന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തല്ലേ, മൈദയും കൂടെ ചേർത്തിട്ട് ഒഴിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും കൊള്ളിയോ സ്ക്യൂറോ വെച്ചൊന്ന് കുത്തി നോക്കിയിട്ട് അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, അത് കുക്കായി എന്ന അർത്ഥം കേട്ടോ. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ് വശത്തൊന്ന് വിടുവിച്ച് കൊടുക്കുക. ഇത് നമ്മൾ സാധാരണ പോള പോലെ പിന്നെ വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചീസൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ നോക്കിയേ, സൈഡ് വശമൊന്നും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തിടേണ്ട ആവശ്യമേ വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ കുബൂസാന്ന് പറയേയില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കിയേ, നല്ല ലെയറായിട്ട് നല്ല കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാൻ നമ്മളൊരു ചട്ടിപ്പത്തിരിയുടെ ഒക്കെ കാണാൻ ചട്ടിപ്പത്തിരി പോലെ ഉണ്ടെങ്കിലും ടേസ്റ്റ് രണ്ടും ഡിഫറെൻറ്റ്. ഒന്നാമത് കുബൂസും ചീസൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചട്ടിപ്പത്തിരി എന്ന് പറയുമ്പോൾ വെറും നമ്മൾ ചിക്കൻ്റെ ഒരു മസാല അങ്ങനെയല്ലേ ഉള്ളൂ. ഇത് ചീസൊക്കെ വരുമ്പോൾ നമ്മളൊരു പിസയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ്, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇത്. പിന്നെ അതുപോലെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവൻ ലഞ്ച് ബോക്സിൽ വരെ കുട്ടികൾക്ക് കൊടുത്തുവിടെ. ഈവനിങ് സ്നാക്സ് മാത്രമായിട്ടല്ല, അങ്ങനെയും കഴിക്കാം കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, ചീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ ലെയറായിട്ട് മസാലയൊക്കെ വരുന്നത് കൊണ്ടും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ടും അറിയിക്കണേ. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് പോള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിൽ ഒരു ഷവർമ പോള ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി പോളയായിരുന്നു അതും. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു, ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നെ പോള റെസിപ്പീസാണ്. ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരോടായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതെന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്തിടണം കേട്ടോ. എന്നാലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് തരാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.